ഏവർക്കും നമസ്കാരം. ശുഭസായാഹ്നം. മുഖം ഇല്ലാത്തവർ മുഖമൊന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. ഞാൻ കണ്ട് സംസാരിക്കുന്നതാണല്ലോ ഒരു സുഖം. എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് നവഗോത്ര ഗുരുകുലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം നീട്ടിവെക്കലിനെ മാറ്റിവെക്കാമെന്ന്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും യുക്തനായിട്ട് എനിക്കറിയാവുന്ന ആളാണ് ഞാൻ. കാരണം എന്നോളം നീട്ടിവെക്കൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ ആ നീട്ടിവെക്കലിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ച പല സർക്കസുകൾ, അതിനെ ആധാരമാക്കിയിട്ടാണ് സത്യത്തിൽ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത്. അപ്പോ ഞങ്ങള് 1981 ആരംഭിച്ചെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് 1994 പ്രകൃതി എന്നുള്ള ഒരു ഏകകത്തെ ആധാരമാക്കിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള കുറെ ആളുകൾ കേരളത്തിന്റെ പല ഭാഗത്തുള്ള കുറച്ച് ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വരുന്നവർക്കൊക്കെ 100 നൂലാമാലകൾ, 100 പുലിവാലുകൾ. ഈ പുലിവാലുകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയുടെ നിയമങ്ങളെ ആധാരമാക്കിയിട്ടുള്ള കുറേയേറെ പരിശീലനങ്ങൾ അവർക്ക് കൊടുത്തു. അപ്പൊ ആ കൊടുത്ത പദ്ധതികളാണ് പിന്നീട് ക്യൂ ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നീട് പൊതുജനത്തിന് കൊടുത്തു തുടങ്ങിയത്. അപ്പൊ ഇതില് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് വെച്ചാൽ വരുന്ന ആളുകൾക്ക് അവരവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പുലിവാലുകളിൽ ഒന്ന് ആയി കണ്ടത് നീട്ടിവെക്കൽ എന്നുള്ളതാണ്. ഈ നീട്ടിവെക്കൽ എന്ന മഹാരോഗം എന്ന രൂപത്തിലാണ് നമ്മൾ അത് ആദ്യം കണ്ടത്. പിന്നീട് മനസ്സിലായത് ഒരു രോഗമല്ല, അതൊരു നാച്ചുറൽ റിഫ്ലക്സ് ആണ്. എല്ലാ വ്യക്തികളിലും ഉണ്ടാവുന്ന നാച്ചുറൽ റിഫ്ലക്സ് ആണ്. ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളിൽ ചില സമയത്തുണ്ടാവും, ചില വ്യക്തികൾക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പുറകിൽ എന്താണ് കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ലാതെ ആകെ ചെയ്യേണ്ടത്, ഇപ്പോ നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ളതിന്റെ സിദ്ധാന്തങ്ങളൊക്കെ ഒരുപാട് പഠിച്ചു. ഞാൻ പറയാം, കുറച്ച് സിദ്ധാന്തങ്ങൾ പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മാറണമെങ്കിൽ മാറി ഉള്ള ഒരു അനുഭവത്തിലൂടെ പോവുകയും അത് ശീലിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്യുകയും ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ വഴി. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഇപ്പൊ എന്റെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 600 മീറ്റർ ഉണ്ട്. അവിടെ വരെ പോകണമെങ്കിൽ പോകുന്നതിനെ കുറിച്ച് മടിച്ച് ഞാൻ നിൽക്കുകയാണെങ്കിൽ പോക്ക് നടക്കില്ല. പോകണമെങ്കിൽ പോണം. പോയാൽ പോകുന്നത്രേ ഉള്ളൂ അതെനിക്ക് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും. പോകാതെ നിൽക്കുന്നിടത്തോളം കാലം ആ പോക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ പോയിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ ശീലങ്ങൾ എന്നുള്ള കാര്യത്തിന് വല്ലാതെ പ്രസക്തിയുണ്ട്. ശീലത്തിന്റെ പുറകിൽ എന്ത് കിടക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതൊക്കെ നോക്കാം. എന്നാലും പ്രധാനമായിട്ടും ഈ നീട്ടിവെക്കാൻ കാരണമാകുന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് എന്താ പറയാ, ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ളൊരു കാര്യമാണ്. ഞാനത് ചെയ്താൽ, എങ്ങനെ ശരിയാകാതെ പോയാൽ, തോറ്റുപോയാൽ, അല്ലെങ്കിൽ അതങ്ങ് വിജയിച്ചില്ലെങ്കിലോ എന്നുള്ള തോന്നൽ. പലപ്പോഴും ഈ നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ, നമുക്കിപ്പോ ഒരു പ്രത്യേക കാര്യം ചെയ്യണം. ഇപ്പോ ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ തൊഴിലിടത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമുക്ക് ഒരു കാര്യം ചെയ്യണം. ആ ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്നതിന്റെ സങ്കീർണത, അത് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ. ഇപ്പൊ എന്റെ എന്റെ മുറി ഒന്ന് വൃത്തിയാക്കണം. ഈ വൃത്തിയാക്കണമെങ്കിൽ കുറെ പണികൾ ചെയ്യാറുണ്ട്. അതെടുത്ത് ഇങ്ങോട്ട് വെക്കാറുണ്ട്, ഇതെടുത്ത് അങ്ങോട്ട് വെക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഓവർവെൽം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങ് സ്റ്റക്ക് ആവും. ഇനി ഇതും കൊണ്ട് മുമ്പോട്ട് പോകലും സാധിക്കില്ല. ഇതുകൊണ്ട് മുമ്പോട്ടല്ല, ഇത് അതിൽ കൈയിട്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ തൊടാതിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മാറി നിൽക്കാം. അപ്പോ ഇത് ഒരു കാര്യം. ചില കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാനാ? താല്പര്യം വരുത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. താല്പര്യമില്ലായ്ക എന്ന് പറയുന്നതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ താല്പര്യം എന്നുള്ളത് എന്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു വാസനയുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞാനൊക്കെ അനുഭവിച്ചൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാല്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചന്തമായിരിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിന് നമ്മൾ ഈ ആത്മീയ ഭാഷയിൽ ആണവമലം എന്ന് പറയും. അതായത് ഞാൻ എന്ന ആള് ചെയ്യുന്നത് ശരിയായിരിക്കണം, അതിൽ തെറ്റ് വരാൻ പാടില്ല. തെറ്റ് വരാൻ സാധ്യതയുള്ളത് ഞാൻ ചെയ്യൂല. തെറ്റിപ്പോകുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ
അത് വേണ്ടെന്ന് വെക്കും, അല്ലത് മുഴുവനാക്കില്ല. അല്ലെങ്കിലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ മെനക്കെട്ടുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു ഫൈൻ എൻഡിലേക്ക് എത്തിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ എന്നെ കുഴക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും ചില സമയത്തൊക്കെ അതിനെ ബാധിക്കാറുണ്ട്. ആ പെർഫെക്ഷനിസം എന്നുള്ള സംഭവം, അതിന്റെ ആ പെർഫെക്ഷനിലേക്ക് എത്തിച്ചേ നിൽക്കുള്ളൂ എന്നുള്ളൊരവസ്ഥ. വേറൊന്നാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ, മൊബൈല് തുടങ്ങിയ കാര്യങ്ങൾ. പണ്ട് ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ഇതിലിരിക്കുന്ന പല ആളുകളും വളരെ ചെറുപ്പമല്ല, കുറച്ച് താടിയും മുടിയൊക്കെ നരച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ ഒരു കാലമായിരുന്നു. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അച്ഛനും അമ്മയൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത്, ഒരു അധ്യാപകരാണ്, അപ്പൊ അവരൊന്ന് നോക്കുന്ന സമയത്ത് പുസ്തകം എന്റെ കയ്യിലുണ്ടാവും, പുസ്തകത്തിനകത്ത് വേറെ പുസ്തകം ഉണ്ടാവും, ഞാൻ വേറെ വായനയിലായിരിക്കും. അപ്പോ ഇത് നമ്മുടെ കള്ളപ്പണികളാണ് അതൊക്കെ. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻ എന്നുള്ള സംഭവം ഉണ്ടാവും. നമുക്ക് താല്പര്യമുള്ള വേറെ വിഷയങ്ങൾ, നമുക്ക് ഇപ്പൊ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിനേക്കാളും കൂടുതൽ വേറൊരു കാര്യത്തോടുള്ള താല്പര്യം എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോ ഒരു കാര്യം ചെയ്ത് വിജയിപ്പിക്കണം അല്ലെങ്കിൽ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു തോന്നൽ. ഇപ്പോ അമ്മമാർ കുട്ടികളോട് പറയുന്നു, അല്പം വെള്ളം എടുത്തു വെക്കൂ എന്ന് പറയുന്നു. വെള്ളം എടുത്തു വെക്കൂല, കാരണം വെച്ചാൽ അത് അമ്മ ചെയ്താൽ മതി എന്ന് പറയും. അല്ലെങ്കിലോ വെള്ളം എടുത്ത് വെക്കണം കേട്ടോ എന്ന് പറഞ്ഞ അമ്മ പോയിട്ടുണ്ടെങ്കിൽ അമ്മ തിരിച്ച് വന്ന് വഴക്ക് പറയുന്നത് വരെയും ആ വെള്ളം എടുത്ത് വെക്കൽ നടക്കൂല, ചെയ്യൂല. അതേസമയം ഇയാൾക്കൊരു കുഞ്ഞുണ്ടായി, ഇയാൾ വലുതായി, ഇയാൾക്കൊരു കുഞ്ഞുണ്ടായി, അത് അയാളുടെ ഉത്തരവാദിത്തമാണെന്നും ആ കുഞ്ഞിനെ പോറ്റേണ്ടത് ഇയാളുടെ ബാധ്യതയാണെന്നും അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണെന്നും ഒക്കെ ആ ഉള്ളിൽ നിന്ന് ഒരു ഉണർവ് വരുന്ന സമയത്ത് ആ ഉള്ളിൽ നിന്ന് ഒരു സ്വയം മോട്ടിവേഷൻ ഉണ്ടായി. ആ സമയത്ത് ചെയ്യും. അല്ലെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ട ഒരാള് വീട്ടിലേക്ക് വരുന്നുണ്ട്, അയാൾക്ക് വേണ്ടി വെള്ളം ഞാൻ എടുത്തു വെക്കേണ്ടതുണ്ട്, വെള്ളം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം സംഘടിപ്പിക്കേണ്ടതുള്ള ആ വെള്ളം എടുത്തു വെക്കുന്ന ഒരു പരിപാടി ചിലപ്പോൾ ചെയ്തു എന്ന് വരും. അപ്പൊ നമുക്കതിനൊരു പ്രചോദനം ഉണ്ടാകണമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നമ്മൾ മാനസികമായിട്ട് തളർന്നുമൊക്കെ പോകുന്ന സമയത്തും ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാതിരിക്കാൻ തോന്നും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമുക്ക് നമ്മുടെ ഒരു ശീലമുണ്ട്. ഇപ്പോ ഞങ്ങൾ പാലക്കാട്ടുകാരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിനെ എതിർത്തു പറയുക എന്നുള്ളത് ഒരു സാമൂഹ്യമായിട്ടുള്ള പാറ്റേൺ ആണ്, സോഷ്യൽ പാറ്റേൺ എന്ന് പറയും. ഈ സോഷ്യൽ പാറ്റേൺ, സോഷ്യൽ ബിഹേവിയറിൽ വരുന്ന ഒരു ക്രമമാണ്. ഞങ്ങളുടെ അടുത്തൊരു ഇടുമ്പൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇടുമ്പൻ ചേട്ടൻ രാവിലെ 4-4:30 ആകുമ്പോൾ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ പോകും. അപ്പോൾ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മള് നാട്ടുപുറത്ത് വിശേഷം, ഏട്ടാ ചായ കുടിക്കാനാണോ എന്ന് ചോദിക്കുമല്ലോ, നമ്മൾ നാട്ടുനടപ്പല്ലേ. ആണെങ്കിൽ തിരിച്ചൊരു ചോദ്യമുണ്ട്, ചായ കുടിക്കാനാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. നമ്മൾ അങ്ങനെ കറങ്ങിപ്പോകും. പകലാണ് പുള്ളിയെ കാണുന്നത് വെച്ചാൽ പണിക്കൊക്കെ പോകുന്നതായിട്ടല്ലേ. അപ്പൊ വിശേഷം ചോദിക്കാൻ വേണ്ടി ഏട്ടാ പണിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്ത വായിക്ക് പുള്ളി ചോദിക്കുക, ഇല്ലെങ്കിൽ നീ തരുമോ. ഇത് ഈ രീതിയിൽ വർത്തമാനം പറയുന്ന, നെഗേറ്റ് ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ഉള്ളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നെഗറ്റീവ് സെൽഫ് ടാക്ക് എന്ന് പറയും. ഇതൊന്നും ഞാൻ ചെയ്താൽ വിജയിക്കില്ല, ഇതൊന്നും ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല വേണ്ടത്, ഞാൻ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള 100 കണക്കിന് കാരണങ്ങൾ നമ്മളെ ആ പോകുന്ന വഴിയിൽ നിന്നും വഴിതിരിക്കും. അതായത് ഒരു കാര്യം ചെയ്തു തീർക്കണം എന്നുള്ളപ്പോ ആ കാര്യം ചെയ്തു തീർക്കുന്നതിന് പകരം അതിലേക്ക് എത്താതിരിക്കാനുള്ള 100 തരം സാധ്യതകൾ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും. ഇവയെല്ലാം തന്നെ കാര്യങ്ങളെ നീട്ടിവെക്കാൻ കാരണമാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ഉണ്ടാകുന്നത് ബോധം എന്നുള്ള പ്രൈമായിട്ടുള്ള കോൺഷ്യസ്നെസ് കൊണ്ടാണെന്നാണ് പ്രകൃതി തത്വശാസ്ത്രം മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപ്രകാരം ഈ ബോധം എന്നുള്ളത് ഏത് നിമിഷവും നിൽക്കാൻ ആഗ്രഹിക്കുക, അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതിന് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കാൻ അത് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് തനിക്ക് വേണ്ടി താൻ ചെയ്യേണ്ടതും ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ തോന്നലുണ്ടാകുന്നില്ല. ഒരു പ്രചോദനമുണ്ട്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട ഒരാൾ, ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ എന്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ എന്റെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ പ്രചോദനം കൊണ്ട് ഞാൻ അതിലേക്ക് എത്തും. പക്ഷെ ആ പ്രചോദനം ഇല്ലെങ്കിലോ, എനിക്ക് അങ്ങനെ ഒരു പ്രേരണ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ വിജയിക്കില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിലോ, അപ്പോഴൊക്കെ നമുക്കിത് മാറ്റിവെക്കാൻ തോന്നും. പക്ഷെ ഇതൊക്കെ കാരണങ്ങളായിട്ട് പറയാമെങ്കിലും മാറ്റിവെക്കലിന്റെ ഒരു ശീലം ഇന്ന് നമുക്കുള്ളത് ഇന്നത്തെ ഈ തോന്നൽ കൊണ്ടൊന്നുമല്ല. ഇത്തരം തോന്നലുകൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോ 30 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സായിട്ടുണ്ടെങ്കിൽ ഈ 50 കൊല്ലം നിങ്ങൾ ജീവിച്ച കാലത്ത്
ഇതിനു മുമ്പ് പലതവണ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ നേരത്തെ പറഞ്ഞ കുറെ ആ ലിസ്റ്റ് ഓഫ് ഇമോഷൻസ് ഉണ്ടല്ലോ, ഈ ഇമോഷൻസ് അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, അന്ന് ഒരിക്കൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പിന്നൊരിക്കൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ട്. ഈ ആവർത്തനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉപബോധത്തിൽ ഒരു ഒരു ചെറിയ ഒരു ശീലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശീലത്തിലൂടെ പോവുക എന്നുള്ളതാണ് നമ്മുടെ രീതി. സാധാരണ ഇതിനെ സാങ്കേതികമായിട്ട് ന്യൂറൽ പാത്വേ എന്ന് പറയും. ന്യൂറൽ പാത്വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ അതിന് സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ മഴക്കാലം കഴിഞ്ഞുള്ള ഒരു സമയത്ത്, ഞാനൊക്കെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. അപ്പൊ അതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർക്കറിയാം, ഈ ഗവൺമെന്റ് സ്കൂളിൽ LP സ്കൂളിലൊക്കെ മൂത്രപ്പുര സ്കൂളിനോട് കാരണമായിരിക്കില്ല, കുറച്ചപ്പുറത്തായിരിക്കും. മൂത്രപ്പുരയിലേക്ക് പോകുന്ന ഗ്രൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഗ്രൗണ്ടിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടാവും. രണ്ട് സൈഡില്ല, ഗ്രൗണ്ടിൽ പുല്ല് നിളച്ചിട്ടുണ്ടാവും, കാരണം മഴ കഴിഞ്ഞ സമയമാണല്ലോ. പക്ഷെ അപ്പോഴൊക്കെ തന്നെ സ്കൂൾ തുറന്ന ജൂണിന്റെ ആ സമയം മുതൽ കുട്ടികൾ മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ മൂത്രമൊഴിക്കാൻ വരുന്നു. ചെറിയ കുഞ്ഞു പാദങ്ങളാണ്, ആ കുഞ്ഞു കാലുകളും വെച്ചിട്ട്. ഇപ്പോഴൊക്കെയാണ് ചെരുപ്പൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് ചെരുപ്പിടുന്ന കുട്ടികളൊക്കെ വളരെ കുറവായിരിക്കും. ഞങ്ങൾ 2-3 പേരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ചെരുപ്പിട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. ബാക്കി ആ കുഞ്ഞ് മൃദുലമായ കാലുകൾ കൊണ്ട് ഈ മൂത്രപ്പുരയ്ക്ക് പോവുകയും തിരിച്ചു വരികയും കൊണ്ട് ആ മൂത്രപ്പുരയ്ക്ക് പോകാനുള്ള വഴി മാത്രം ക്ലിയർ ആയി നിൽക്കും, ബാക്കിയുള്ളതൊക്കെ പുല്ല് മുളച്ചു നിൽക്കും. അപ്പോ പുതിയൊരു കുട്ടിക്ക് അങ്ങോട്ടേക്ക് മൂത്രപ്പുരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൻ ഈ തെളിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ പോവുകയുള്ളൂ, അതിലൂടെ തിരിച്ചു വരികയുള്ളൂ. അപ്പോ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വഴി തെളിഞ്ഞു നിൽക്കും, നിരന്തരം ഉപയോഗിക്കാത്തൊരു വഴി അടഞ്ഞു പോകും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യും. ഞാനിപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ടംബ്ലർ വെള്ളം എടുത്തിട്ട് ഞാൻ കുടിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടംബ്ലർ വെള്ളം ഞാൻ എടുത്തു കുടിക്കുന്നതിന്, എന്റെ മുന്നിൽ നിന്നും അത് എടുത്തു കുടിക്കുന്നതിന് എന്റെ കണ്ണ്, എന്റെ കയ്യ്, എന്റെ കൈയുടെ വിവിധ ഭാഗങ്ങൾ, വിരലുകള്, മസിലുകള്, കോശങ്ങള്, ഇവയെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചെന്ന് അതിനെ എടുത്ത് വായോടടുപ്പിച്ച് വായ ചലിച്ച് ആ ചെയ്യുന്ന ഒരു ടോട്ടൽ പ്രോസസ് ഉണ്ട്. ഇതില് ഒരു കൂട്ടം അവയവങ്ങൾ, ഒരു കൂട്ടം പേശികൾ, ഒരു കൂട്ടം കോശങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് പരസ്പരം ഏകോപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അത് ഒരിക്കൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ പ്രവർത്തനത്തിന് വേണ്ടി ഈ ശരീരത്തിന്റെ ഇത്രയും ഭാഗത്തുള്ള നെർവസ് സിസ്റ്റവും അതിനെ നിയന്ത്രിക്കുന്ന ഈ നമ്മുടെ സ്വിച്ചിങ് സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിലെ സ്വിച്ചിങ് സ്റ്റേഷൻ, ഇതെല്ലാം ചേർന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും. നമ്മൾ വീണ്ടും ഇതേ കാര്യം പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിന് മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ടല്ലോ, ആ മുമ്പൊരിക്കൽ ചെയ്തതിന്റെ പാട്, ഒരിക്കൽ ചെയ്തതിന്റെ ആ ഒരു ചെറിയ ഒരു പാട് അവിടെ കിടക്കുന്നുണ്ടാവും. ആ കിടക്കുന്നതിനാണ് ന്യൂറൽ വയറിംഗ് എന്ന് പറയും. ആ ന്യൂറൽ വയറിംഗ് രണ്ടാമതൊരിക്കൽ അതേപോലെ ചെയ്ത സമയത്ത് ആ ന്യൂറൽ വയറിംഗ് കുറച്ചുകൂടെ തെളിയും. ആ ന്യൂറൽ വയറിംഗ് കുറച്ചുകൂടെ എവിഡന്റ് ആവും, കുറച്ചുകൂടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ നെർവുകൾ അവിടെ ബലവത്തായിട്ട് ഉണ്ടായി വരും. ഇത് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് ഈ മൂത്രപ്പുരയുടെ വഴി തെളിഞ്ഞതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം കൃത്യമായിട്ടൊരു ന്യൂറൽ പാത്വേ അവിടെ ഉണ്ടാക്കിയിടും. ഈ ന്യൂറൽ പാത്വേയുടെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടക്കാൻ പാകത്തിൽ സജ്ജീകരിച്ചു വെക്കും. അടുത്തൊരു തവണ വെള്ളം നമുക്ക് മുമ്പിലേക്ക് എടുക്കേണ്ടി വരുന്ന സമയത്ത്, ഞാൻ ടംബ്ലറെ ഇവിടുന്ന് ഈ വലതുവശത്തു നിന്നാണ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നത്. എന്റെ ഇടതുവശത്ത് അല്പം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക ഇടതുവശത്തെ വെള്ളം വലതുവശത്തേക്ക് കൊണ്ട് എത്തിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെ എത്തിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രോസസ്സിലേക്ക് പോകും. ഇപ്പൊ നമ്മുടെ വീട് പഴയൊരു വീടാണെന്നിരിക്കട്ടെ, പഴയ വീട്ടിൽ നമ്മൾ ഒരുപാട് കാലം നമ്മളൊരു മുറിയിലേക്ക് കയറുമ്പോൾ റൂമിന്റെ വലതുവശത്തോ ഇടതുവശത്തോ ആയിട്ട് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവും. അവിടെ കൊണ്ട് കൈയിട്ടിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ റൂമിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരും, ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് സ്വിച്ചിന്റെ നേരെ കൈ പോകുന്നതിനൊരു ഒരു രീതിയുണ്ട്. നമ്മൾ കുറച്ച് നാള് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടോ വീട് വിട്ട് കുറച്ച് നാൾ അപ്പുറത്തേക്ക് നിന്നു. അപ്പൊ വീട്ടിലുള്ളവര് വീട് മൊത്തം മോഡിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ വീട്ടിലെ വയറിംഗ് ഒക്കെ മാറ്റി സ്വിച്ച് ബോർഡ് ഒക്കെ മാറ്റി പ്ലേസ് ചെയ്തു എന്നിരിക്കട്ടെ. റൂമിനകത്തേക്ക് രണ്ടാമത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ റൂമിനകത്തേക്ക് കയറുമ്പോൾ കൈ അങ്ങോട്ട് പോകും. അപ്പോഴാണ് ആരെങ്കിലും പറയുക ഇവിടെ അല്ലാതെ അവിടെയാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞു. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി, ബുദ്ധി കൊണ്ട് കാര്യം മനസ്സിലാക്കി. അവിടെ നമ്മൾ പുതിയ സ്വിച്ച് ഇട്ടു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതേ മുറി കയറുമ്പോൾ ബുദ്ധിക്ക് അറിയാം ഇത് അവിടെയാണ് ഇരിക്കുന്നത് ഒക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ കൈ ഈ വഴിക്ക് പോകും. കാരണം നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. നമ്മുടെ നെർവസ് സിസ്റ്റം,
നമ്മുടെ ന്യൂറൽ പാത്വേ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? കാരണം കാലങ്ങൾ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂറൽ പാത്വേ ആണ്. ആ വഴി പോകാനേ തോന്നും, പുതിയൊരു വഴി ചെയ്യാൻ തോന്നില്ല. പുതിയൊരു വഴി ചെയ്യണമെങ്കിൽ പുതിയൊരു വഴി ചെയ്യേണ്ടത് ആവർത്തിച്ച് ചെയ്ത് പഴയ വഴി ഉപയോഗിക്കാതിരുന്നുള്ള ഒരു ശീലം. പഴയ വഴി ഉപയോഗിച്ചുള്ള ശീലമാണല്ലോ നമുക്കുള്ളത്. പഴയ വഴി ഉപയോഗിക്കാതെയുള്ള ഒരു ശീലം നമ്മൾ ആർജിച്ച് പുതിയൊരു വഴി ഉപയോഗിച്ചുള്ള ഒരു ശീലം ആർജിച്ച് പുതിയ ശീലം പഴയ ശീലത്തിന്റെ മേൽ അധിനിവേശം ചെലുത്തുന്ന രീതിയിലേക്ക് ശീലത്തെ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് തെറ്റാതെ പുതിയ രീതിയിലേക്ക് പോകാൻ പറ്റും. അതിന് കുറച്ച് കാലം എടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വന്നാൽ വീണ്ടും ഇവിടെ പഴയ സാധനം പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. പഴയ രീതിക്ക് തന്നെ കൈപോകുന്നത് കാണാൻ പറ്റും. 40, 50, 60 വർഷം കഴിഞ്ഞിട്ടും അതേപോലെ പഴയ ശീലത്തിലേക്ക് നമ്മൾ കൈകൾ പോകുന്നത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. കാരണം ഇത് ആ ഒരു പാത്വേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന പാത്വേ വീണ്ടും വർക്ക് ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ശീലം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇതിനാണ് ശീലം എന്ന് പറയുന്നത്. ഒരു സൈക്കിളെ ഓട്ടാൻ പഠിക്കുമ്പോൾ, ഒരു പേന പിടിച്ച് എഴുതാൻ പഠിക്കുമ്പോൾ, നമ്മൾ സ്പൂൺ കൊണ്ട് കഞ്ഞി വാരി വായിലിടാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ ഇതുപോലെ ഓരോ ന്യൂറൽ പാത്വേകളെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്, അവയെ ഉപയോഗിക്കുന്നുണ്ട്. ആ വഴിക്ക് പോകാനാണ് നമുക്ക് സൗകര്യപ്രദമായ വഴിയിലൂടെ പോകാനാണ് ബോധത്തിന് താല്പര്യം. സൗകര്യമില്ലാത്ത വഴികൾ വെട്ടിയുണ്ടാക്കാൻ ബോധത്തിന് പൊതുവിൽ താല്പര്യം കാണില്ല, ബുദ്ധിക്ക് കാണും. ബുദ്ധിയുടെ ആധിക്യമുള്ളവർ, ആ കാര്യം ഇവിടെയുള്ള കുറെ പേർക്ക് അറിയാമെന്ന് തോന്നുന്നു, പുതിയ ആളുകൾക്ക് വേണ്ടി പറയാം. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിന് ഒരു രീതി, മസ്തിഷ്കം എന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കം മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ മൊത്തം സംവിധാനത്തിലും എല്ലാത്തിനും സ്വാഭാവികം ഒഴുകുന്ന ഒരു രീതിയുണ്ട്. എല്ലാത്തിനും സ്വാഭാവികം ഒഴുകുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ സ്വാഭാവികമായുള്ള ഒഴുക്കിനെ താളം എന്ന് പറയും. സ്വാഭാവികതയിൽ നിന്നും വഴിമാറാനുള്ള പ്രവണത പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും ഉണ്ടാകും. അപ്പോൾ വഴിമാറി സഞ്ചരിക്കുന്ന ഒരു പ്രവണത കൂടെ ഇതേ ജീവന് തന്നെയുണ്ട്. ആ വഴിമാറി സഞ്ചരിക്കുന്നതിന്റെ ആ സ്വഭാവത്തെ നമ്മൾ യുക്തി എന്ന് പറയും, അല്ലെങ്കിൽ ലോജിക് എന്ന് പറയും. ഏതൊരു വ്യവസ്ഥയാണെങ്കിലും ശരി, ഇപ്പൊ എന്റെ ശരീരമാണെങ്കിലും ശരി, ഒരു ജീവിയുടെ ശരീരമോ ഒരു മരത്തിന്റെ ശരീരം, ഏത് ശരീരമാണെങ്കിലും ശരി, അതിലും താളവും യുക്തിയും കാണും. അതിലെ താളയുക്തികൾ എപ്പോഴും വിപരീത അനുപാതത്തിലായിരിക്കും. ഒരു സത്തയിൽ താളം അതിന്റെ പൂർണ്ണതയിലാണെങ്കിൽ യുക്തി അതിന്റെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരിക്കും. യുക്തി അതിന്റെ പൂർണ്ണതയിലാണെങ്കിൽ താളം അതിന്റെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയായിരിക്കും. അങ്ങനെ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ ഇല്ല. പകരം ഇവ രണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ട്. താളവും യുക്തിയും പരസ്പരം കൂടിയും കുറഞ്ഞു ഇരിക്കുന്ന റേഷ്യോ ഉണ്ട്. ഇപ്പൊ താളം 60 ആണെന്ന് വെച്ചാൽ യുക്തി 40 ആയിരിക്കും, 40% ആ രീതിയിലുള്ള റേഷ്യോ ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഉള്ളിലും താളവും യുക്തിയും, മനുഷ്യരുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യ താളയുക്തി രാജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് പ്രകാരം ഈ ഓരോ വ്യക്തികളും ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി, അപ്പൊ നമ്മളിപ്പോ ഇത്രയും പേര് ഇവിടെ ഉണ്ട്, ഇവരെല്ലാവരും കൂടെ ഒരിടത്ത് ഒത്തുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രാക്ടീസ് ഉണ്ട്, കോട്ടക്കാരുടെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ അനുഭവമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത്തരം ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താളം കൂടിയവരെല്ലാം ഒരു സൈഡും യുക്തി കൂടിയവരെല്ലാം ഒരു സൈഡും നിൽക്കും. ഈ താളം കൂടിയവർക്ക് മനസ്സിലാകുന്ന പല കാര്യങ്ങളും യുക്തി കൂടിയവർക്ക് മനസ്സിലാവില്ല, യുക്തി കൂടിയ ആളുകൾക്ക് മനസ്സിലാവുന്ന പലതും താളം കൂടിയവർക്ക് മനസ്സിലാവില്ല. ഇതിങ്ങനെ ഒരു ക്രമീകരണമുണ്ട്. ഇതാണെങ്കിലോ ജനിക്കുമ്പോൾ കിട്ടുന്നതാണ്, നമുക്ക് ജനിച്ചതിന് ശേഷം ഒരിക്കലും ഇത് മാറ്റാനും കഴിയില്ല. അതിന്റെ ഉപയോഗപ്രദമല്ലാത്ത ചില ഏരിയകളെ നമുക്കൊന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ അല്ലാതെ ഈ റേഷ്യോയിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയുകയുമില്ല. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. ഇപ്പോ താളം കൂടുതലുള്ള ഒരാൾക്ക് ഈ മുമ്പേ പറഞ്ഞ ന്യൂറൽ പാത്വേ വഴി ഒരു ശീലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, അയാൾക്ക് ആ ശീലത്തിൽ നിന്ന് വിട്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയാളുടെ ആ ന്യൂറൽ പാത്വേക്കകത്ത് ന്യൂറോണുകൾക്കിടയിലുള്ള സിനാപ്സുകളിലുള്ള കാൽഷ്യം ഫാക്ടർ എന്ന് പറയും. അതുമൂലം ഉണ്ടാകുന്ന സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ന്യൂറോണുകളുടെ പശിമ, അല്ലെങ്കിൽ വേണ്ട ഈ വ്യക്തിയുടെ സ്വഭാവത്തിലെ പശിമ, ആ പശിമ എന്നുള്ളത് അയാളെ ഒട്ടിച്ചു നിർത്തും. നമ്മൾ ഏതുപോലെയാണെന്നറിയോ, ഈ ടാറിട്ട റോഡുണ്ടല്ലോ, ടാർ റോഡിന്റെ പണി കഴിഞ്ഞിട്ട് നല്ല വെയിലുള്ള സമയത്താന്ന് വെച്ചാൽ ആ ടാർ ഉണങ്ങാതെ കിടക്കുമ്പോൾ അതിൽ നമ്മളൊരു ചെരുപ്പിട്ട് നടന്നാൽ ചെരുപ്പ് അവിടെ ഒട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സ്പീഡിൽ നടക്കാൻ കഴിയില്ല. ചെരുപ്പ് ഇങ്ങനെ ഒട്ടി നമ്മളിങ്ങനെ ബലം പ്രയോഗിച്ചെടുത്ത് വീണ്ടും ഇങ്ങനെ കാല് വെച്ച് പോകേണ്ടി വരും. ഇതുപോലെ ഒരു പശിമ നമുക്കുണ്ടാവും. ഈ പശിമയുള്ള അപ്പോ നമുക്ക് പുതിയൊരു കാര്യത്തിലേക്ക് പോവുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മളിപ്പോ താളത്തിന്റെ കുറവുള്ള ഒരാളാണെന്നിരിക്കട്ടെ, ഇപ്പൊ ബൗദ്ധികമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് താളാത്മകമായ കാര്യങ്ങൾ മനസ്സിലാവില്ല. അങ്ങനെ ഒരാളെ സംബന്ധിച്ചോളം അവർ ഇതിൽ ഒന്നിലും ഒട്ടലുണ്ടാവില്ല. ഒന്നിലും ഒട്ടലില്ലാതെ വളരെ ഈസി ആയിട്ട് അവർക്ക് പോകാൻ പറ്റും. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, എല്ലാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഒന്നിന്റെയും അനുഭവം ഉണ്ടാവില്ല, ഒന്നിനെയും കൃത്യമായിട്ട് അനുഭവിച്ച് ബോധ്യമാവാൻ കഴിയും. അങ്ങനെയുള്ള പ്രശ്നമായിരിക്കും. അപ്പോ ഈ നമ്മൾ ഈ മാറ്റിവെക്കൽ അല്ലെങ്കിൽ നീട്ടിവെക്കൽ എന്നുള്ള ഒരു ശീലമുണ്ടല്ലോ, ഈ ശീലത്തെ മറികടക്കാൻ നമ്മൾ പുതിയൊരു ശീലം ഉണ്ടാക്കണം.
ഈ താളം കൂടിയ ആളുകൾക്ക് പഴയ ശീലത്തിൽ നിന്ന് വിട്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. പുതിയ ആൾക്ക് അത് മാത്രമല്ല, താളത്തിൽ നിന്ന് വിട്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും അയാൾ ആവർത്തിച്ച് പുതിയൊരു പ്രാക്ടീസിലൂടെ പോവുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പുതിയതിൽ ചെന്നെത്തുകയും പിന്നെ അതിൽ തുടരുകയും ചെയ്യും. പിന്നെ അതിൽ നിന്ന് മാറ്റാനായിരിക്കും പാട്. യുക്തി കൂടിയ ഒരാളിലാണെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പഴയതിൽ നിന്നും പെട്ടെന്ന് വിട്ടുവരും, പക്ഷെ പുതിയതിൽ ചെന്നിട്ട് ഒട്ടി നിൽക്കില്ല, അയാൾ അവിടെയും ചേരൂല. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ എന്ത് വന്നാലും ഈ പഴയത് വിട്ടിട്ട് പുതിയ ഒരു പാറ്റേണിലേക്ക് വരിക എന്നുള്ളത് രണ്ടു കൂട്ടർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനാകെയുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഒരു ചെറിയ സൂചന കൂടെ പറയാം. ഒളിമ്പസിന് ഇതിനെ സമീപിക്കുന്നത്, പ്രകൃതി തത്വശാസ്ത്രവും പ്രകൃതി മനഃശാസ്ത്രവും ഇതിനെ സമീപിക്കുന്നത് മനസ്സിന്റെ ചില ഘട്ടങ്ങളെ വെച്ചുകൊണ്ടാണ്. അവയെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം പുതിയതായി വന്ന ആളുകൾക്ക് ഒരു ചെറിയ ബോധ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രകട മനസ്സ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ചിന്തിക്കുന്നതല്ല നിങ്ങളോട് പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നതിനെ പരുവപ്പെടുത്തി നിങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ പറഞ്ഞുള്ള ഒരു ക്രമീകരണം, അതിന്റെ ശീലം എനിക്കുണ്ട്. അത് പ്രകാരം ഞാൻ നിങ്ങളോട് പറഞ്ഞു ബോധിപ്പിക്കുന്നു. ഇത് എന്റെ പ്രകട മനസ്സാണ്. ഞാൻ ഇത് പ്രകടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ചിലരെങ്കിലും തലയാണ്ടിക്കുന്നു. ചിലരുടെ വിചാരം സൂമല്ലേ, മറ്റാരും കാണുന്നില്ലോ, ഞാനിതിലൊന്നും ഇടപെടുന്നില്ലോ എന്ന് കരുതി മറിഞ്ഞിരുന്ന് നോക്കുന്നവർക്ക് ഇതൊന്നും ബാധിക്കില്ല. അതല്ല, ഞാൻ ഈ പറയുന്നതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും തലയാണിക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് എന്റെ റെസ്പോൺസീവ് കോൺഷ്യസ്നെസ് അഥവാ പ്രതിമനസ് എന്ന് പറയുന്നത്. ഇത് എന്റെ ശരീരത്തിന്റെ വെളിയിലാണ് നിൽക്കുന്നത്. എന്റെ പ്രകടം, പ്രതി എന്ന് പറയുന്ന രണ്ടവസ്ഥകൾ. ഇതിനെ കാരണമാകുന്നത് എന്താണ്? ഞാൻ ഇവിടെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭാഷണം എനിക്ക് നടത്താൻ കഴിയുന്നത്, അല്ലെ? നിങ്ങൾ പറയുന്നതിനെ എനിക്ക് മനസ്സിലാകുന്നത് എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങളെ സെൻസ് ചെയ്ത് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിശകലനം നടത്തുന്നത് കൊണ്ടാണ്. ആ വിശകലനം നടക്കുന്ന മനസ്സിനെയാണ് ബോധ മനസ്സ് അല്ലെങ്കിൽ സത്താബോധം എന്നൊക്കെ പറയാം. ഈ ബോധം അവിടെ നിന്ന് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നു. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തെ ഞാൻ ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് അയാൾ ഇങ്ങനെ തല കാണിച്ചപ്പോ, ഇങ്ങനെ ആട്ടിയപ്പോ അതിനർത്ഥം ഇന്നതായിരിക്കുമെന്ന് ഇതിനു മുമ്പ് ഞാനിത് അനുഭവിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. അതാണ് എന്റെ ഉപബോധം എന്ന് പറയുന്നത്. എന്റെ അവയവതലത്തിലാണ് നിൽക്കുക. ഉപബോധം എന്ന് പറയുന്നത് ഓർമ്മകളുടെ, സ്മൃതീന്ദ്രിയങ്ങളുടെ ഒരു തലം. ആ മെമ്മറി ഓർഗൻസിന്റെ ഈ തലത്തിൽ നിന്നാണ് ഞാൻ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. എന്റെ വിശ്വാസങ്ങൾ, എന്റെ അനുഭവങ്ങൾ, എന്റെ യുക്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാനിപ്പോ ചിന്തിക്കുന്ന യുക്തിയല്ല, ഞാൻ സ്ഥിരം ഉപയോഗിച്ച യുക്തി എന്റെ ഉള്ളിൽ ഒരു ഓർമ്മയായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ എന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഉപബോധം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തായിട്ട് എന്റെ ശരീരം ഇതിനെല്ലാം പ്രവർത്തിക്കാൻ കാരണമാകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമുണ്ട് എന്റെ ശരീരത്തിന്. ആ ക്രമീകരണം എന്റെ ഭൗതികമായ ക്രമീകരണമാണ്. ആ ക്രമീകരണ സംവിധാനത്തെയാണ് നമ്മൾ അവബോധ മനസ്സെന്ന് പറയുന്നത്. അവബോധ മനസ്സിന് രണ്ട് തലമുണ്ട്. ഒന്ന് ശിക്ഷിതാവബോധം, ജനിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഒന്ന് ശിക്ഷിതാവബോധം, അത് ജനിച്ചതിന് ശേഷം നമ്മൾ ട്രെയിൻഡ് ആവുന്നതാണ്. പിന്നെ ഒന്ന് ജനിക്കുമ്പോൾ കിട്ടുന്നതാണ് സഹജാവബോധം എന്ന് പറയുന്നത്. രണ്ടവസ്ഥകളുണ്ട്. ഈ ശിക്ഷിതാവബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എന്താണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്? ഇപ്പൊ എനിക്ക് പാടാനുള്ള കഴിവുണ്ട്, എനിക്ക് ശബ്ദത്തെ എനിക്ക് തോന്നുന്ന പോലെ ചലിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അത് എന്റെ ജന്മസിദ്ധമായ ശേഷിയാണ്. പക്ഷേ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദത്തിന് അനുസരിച്ച് എന്റെ ശബ്ദത്തെ നിലനിർത്തി അതിന്റെ ആരോഹണത്തിനും അവരോഹണത്തിനും അനുസരിച്ച് എന്റെ ശബ്ദത്തെ മാറ്റിക്കൊണ്ടുപോകുവാൻ ഞാൻ പരിശീലിതനാകുന്ന സമയത്ത്, ഞാൻ പലതവണ അങ്ങനെ ചെയ്ത് പരിശീലിക്കുന്ന സമയത്ത് ഞാൻ ഒരു ശീലത്തിലേക്ക് വരുന്നു. ആ ശീലത്തിലേക്ക് വരുന്നത് പിന്നെ എന്റെ ഭാഗമായി തീരുന്നു, ഞാനായിത്തീരുന്നു. സഹജാവബോധം എന്നുള്ളത് ജനിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇത് ജനിച്ചതിന് ശേഷം ശീലിച്ച കാര്യമാണ്. അങ്ങനെ ശീലിച്ച കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, മനസ്സിന്റെ തലങ്ങൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ അവിടെ തലയാട്ടുന്നത് പ്രതിമനസ്സെന്ന് പറഞ്ഞു ഏറ്റവും വെളിയിൽ. അതിനുശേഷം ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത് പ്രകട മനസ്സെന്ന് പറയുന്നു. ഞാൻ അതിനുവേണ്ടി ചിന്തിക്കുന്നു എന്ന് പറയുന്നത് എന്റെ ബോധമനസ്സെന്ന് പറയുന്നു. ഞാൻ അതിനുവേണ്ടിയുള്ള എന്റെ വിശ്വാസങ്ങളെ ആധാരമാക്കി എടുക്കുന്നു എന്ന് പറയുന്നത് എന്റെ ഉപബോധം എന്ന് പറയുന്നു. അതിനകത്ത് ഞാൻ എന്റെ ശേഷികളെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ അനുഭവങ്ങൾക്കനുസരിച്ച് എന്റെ ശരീരത്തെ ചലിപ്പിക്കാൻ, എന്റെ കാര്യങ്ങളെ ചെയ്യാൻ ഉള്ള ഒരു ശീലനത്തിലേക്ക് വരും. അതാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. ഇതിന്റെയും അകത്താണ് സഹജമായി നിൽക്കുന്ന സഹജാവബോധം. അത് തൽക്കാലത്തേക്ക് നമ്മൾ അതിനെ എടുക്കേണ്ട കാര്യമില്ല, അതവിടെ ഇരുന്നോട്ടെ. സഹജാവബോധം എന്തോ അവിടെയാണ് താളവും യുക്തിയൊക്കെ വരുന്നത്. ഒരു വ്യക്തിയുടെ താളവും യുക്തിയൊക്കെ വരുന്നത് അതിനകത്താണ്. നിങ്ങൾ എന്താണ്, ഏതാണ്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആണ് നിൽക്കുന്നത്. അവ നമ്മുടെ ഇവിടത്തെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് പ്രതിപാദിക്കുന്നില്ല. പക്ഷെ അത് അറിയേണ്ടവർക്ക് ഒളിമ്പസിൽ അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. അപ്പൊ ഈ പറയുന്ന 5 തലങ്ങൾ,
അതിൽ ഈ അഞ്ചാമത് ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ശിക്ഷിതാവബോധം അല്ലെങ്കിൽ അഥവാ ട്രെയിൻഡ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഒരു തലത്തിലാണ് നമ്മുടെ ശീലങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഈ ശീലം ആണ് നമ്മളെ മാറ്റിവെക്കുന്നതിന്റെ പ്രധാന കാര്യങ്ങളെ മാറ്റിവെക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രധാന എന്താ പറയുക സൂത്രധാരൻ, അല്ലെങ്കിൽ ആ പ്രധാന വില്ലൻ എന്നൊക്കെ നമുക്ക് പറയാം. ഈ വില്ലനെ തന്നെ നമുക്ക് നായകനാക്കി മാറ്റിയാൽ മതി. ഈ വില്ലനെ പിടിച്ച് നായകനാക്കിയാൽ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് അതിനകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോ അവിടെ ഉള്ള ചാലഞ്ചസ് ആണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ വളരെയധികം താളമുള്ള ഒരാളാണെങ്കിൽ ആ താളം എന്ന് വെച്ചാൽ താളബോധം, നിങ്ങൾക്ക് പാട്ടുപാടാനുള്ള താളബോധം എന്നുള്ളതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. താളം എന്ന് പറയുന്നത് ഋതത്തിലൂടെ പോകാനുള്ള ഇന്റേണൽ ഫാക്കൽറ്റിയാണ്. ആ താളം ഉള്ള ഒരാളാണെന്ന് വെച്ചാൽ ഈ പഴയ ശീലത്തിൽ നിന്ന് വിട്ടുവരാൻ നിങ്ങളുടെ പ്ലാസ്റ്റിസിറ്റി നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങൾ ബുദ്ധി കൂടുതലുള്ള ഒരാളാണെങ്കിൽ പുതിയൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും അതിനകത്തേക്ക് ചെന്ന് കയറി നിൽക്കാനും നിങ്ങളെ അത് അനുവദിക്കില്ല. അവിടെ ആകെയുള്ള മാർഗം എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറി ഉള്ളൊരു പ്രാക്ടീസിലേക്ക് പോകുക എന്നുള്ളത്. ആ പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറി പ്രാക്ടീസ് ചെയ്യാനുള്ള ആ പ്രാക്ടീസിനെയാണ്, പഴയ പാറ്റേണിനെ മാറ്റി പുതിയ പാറ്റേൺ ഉണ്ടാക്കുന്ന ആ പ്രാക്ടീസിനെയാണ് പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുക. പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ, പാറ്റേണിനെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോട്ടോകോൾ. ഒരു പ്രോട്ടോകോൾ വഴിയാണ് നമ്മൾ ഈ പാറ്റേണിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ പാറ്റേണിനെ ഷിഫ്റ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഇത്, നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷനും ഇവ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ ഇവ കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്തിനെ പ്രാക്ടീസ് ചെയ്യുന്നു, എവിടെ കയറി പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു നീട്ടിവെക്കൽ എന്നുള്ള സ്വഭാവത്തെ മാറ്റിവെക്കണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എവിടെ നീട്ടിവെക്കുന്നു എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴൊക്കെയാണ് നീട്ടിവെക്കാറ് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ എനിക്കൊരു ഉത്തരം തരും. ഞാൻ ഇന്ന സമയത്ത് നീട്ടിവെക്കും, വീണ്ടും നീട്ടിവെക്കും എന്നുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം തന്നു, അതോടുകൂടി ആ ചടങ്ങ് കഴിഞ്ഞു. നിങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാൻ വിധിക്കപ്പെടുന്നുണ്ടെങ്കിലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലോ, ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ അത് ഓരോ പ്രാവശ്യം കിട്ടുന്ന ഉത്തരങ്ങളിൽ നിന്നും അതിനെയും ഫൈൻ ട്യൂൺ ചെയ്ത് റിഫൈൻ ചെയ്ത് വൈകുന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമായിരിക്കും. അതായത് നിങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ്നെസ് ആ യഥാർത്ഥ ഇഷ്യൂവിനെ ടാർഗറ്റ് ചെയ്യും, അതിനെ അഡ്രസ് ചെയ്യും. നിങ്ങൾ എന്തുകൊണ്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊരു കാര്യത്തെ മാറ്റിവെക്കുന്നു, നീട്ടിവെക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വരും. ആ വ്യക്തത എനിക്കല്ല വരേണ്ടത്. നിങ്ങളെ ഈ കാര്യത്തിലൂടെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്കല്ല അതിന് വ്യക്തത വരേണ്ടത്. എനിക്ക് വ്യക്തത വരുന്നത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലാണ്. നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ടോ എന്ന കാര്യം ചോദിക്കാനായിട്ട്, നിങ്ങളെ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ നിലനിൽക്കുകയും നിങ്ങളെ ആ ചോദ്യത്തിലൂടെ കടത്തിവിടുകയും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു സംവിധാനമാണ്. ആ സംവിധാനമാണ് ഈ കോഴ്സ്. നിങ്ങളെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതുപോലെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നത്. നിങ്ങളെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ. പകരം ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ആ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ദിവസേന 3 ചോദ്യം തരും. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ആ ചോദ്യത്തിനുള്ള ഉത്തരം വൈകുന്നേരം നിങ്ങൾക്കുള്ള വർക്ക് ബുക്കിൽ എഴുതിയിട്ട് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. 1. 2, ചെറിയൊരു ഉദാഹരണം ആണ് പറയുന്നത്. ഈ കോഴ്സിൽ വരുന്ന ഉദാഹരണമല്ല, ചെറിയൊരു ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു കാര്യത്തെ പെരുമാറുന്നു. ഇപ്പൊ സ്വിച്ച് ഇടുന്ന കാര്യം പറഞ്ഞല്ലോ. ഒരു റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വലത് കൈ വെച്ച് നിങ്ങൾ സ്ഥിരം ഒരു മുറിയിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണ് സ്വിച്ച് ഇടുന്നത്? ഇത് ഉപയോഗിച്ച് സ്വിച്ച് കൈ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇനി മുതൽ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ അവിടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വേണം സ്വിച്ച് ഇടാൻ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നിരിക്കട്ടെ. കേൾക്കുമ്പോൾ ബാലിശ്യമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോഴെല്ലാം കൈ ഇങ്ങനെ വളച്ചു ചുറ്റി സ്വിച്ച് ഇടാൻ ഒരുങ്ങിയാൽ അത് നിങ്ങളിൽ ഒരു പുതിയ ചിന്താപദ്ധതിയെ, നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ കോർഡിനേഷൻ സിസ്റ്റത്തെ ഉണ്ടാക്കിയെടുക്കും. പുതിയ ന്യൂറൽ പ്രവർത്തനത്തെ ഉണ്ടാക്കിയെടുക്കും. ഇത് പറയുമ്പോ ഒരു സങ്കീർണത തോന്നുന്നുണ്ട്. സിമ്പിളാക്കി ഒന്ന് പറയാം. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആണവമലം. ഞാൻ ഒരു സംഭവമാണെന്നുള്ള തോന്നൽ, ആ തോന്നലും കൊണ്ട് നടക്കുന്നതാണ്. ബാത്റൂമിൽ കയറി നിൽക്കും പറയാം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ സീരിയസ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ ഉണ്ടല്ലോ, ആ നിങ്ങൾ
നിങ്ങൾ സീരിയസ് ആയിട്ട് ചുറ്റുപാടുള്ളതിനെ നോക്കുന്നു, സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങളെ കാണുന്നു, സീരിയസ് ആയിട്ട് കാര്യങ്ങളെ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലോകം നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നാളെ മുതൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? നിങ്ങൾ സീരിയസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, പരിചയക്കാരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ആരെ കണ്ടാലും പുഞ്ചിരിക്കണം. മനുഷ്യന്മാരെ മാത്രമല്ല, പട്ടിയെ കണ്ടാൽ പുഞ്ചിരിക്കണം, പാമ്പിനെ കണ്ടാൽ പുഞ്ചിരിക്കണം, ആരെ കണ്ടാലും പുഞ്ചിരിക്കണമെന്ന്. കേൾക്കുമ്പോൾ സുഖമാണ്. സിമ്പിൾ ആയിട്ടുള്ള ബാലിശമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒന്ന് ചെയ്തു നോക്കൂ. അത്ര ഈസി അല്ല, അത്ര ഈസി ആയിരിക്കില്ല ഇത്. അങ്ങനെ നിങ്ങൾ 1-2 ദിവസം ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഒരു പുതിയ ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ ചിരിക്കുന്നതിന്റെ ഒപ്പം ആരെ നോക്കി ചിരിക്കുന്നു അവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവനവന് വേണ്ടി പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഞാൻ എന്തിനു പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അന്ന് നിങ്ങളുടെ പ്രാക്ടീസ് അവിടെ നിൽക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഈ പ്രാക്ടീസിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്നുള്ള സാധനം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം ഈ ഒരു പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അനുഭവത്തിൽ ഊന്നിയ ഏത് പ്രാക്ടീസ് ചെയ്യണമെങ്കിലും, പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ രീതിയാണ്, ആദ്യം വേണ്ടത് വിധേയത്വമാണ്. സസെപ്റ്റബിലിറ്റി എന്നുള്ള സാധനം. സസെപ്റ്റബിലിറ്റി ഇല്ലാത്ത ഒരാൾക്കും പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ വർക്കാവില്ല. കാരണം നിങ്ങളെ നയിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ യുക്തിയാണ്, നിങ്ങളുടെ ചില ധാരണകളാണ്. ആ ധാരണകളിലൂടെ നയിഞ്ഞു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിൽ എത്തിക്കാൻ കഴിയില്ല. ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളിൽ പാലിച്ചാലല്ലേ നിങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളിൽ പാലിക്കപ്പെടുകയുള്ളൂ. ഞാനെന്ന് പറയുന്നത് ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പുതിയ കമാൻഡ് കിട്ടുന്ന സമയത്ത് കമാൻഡിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പഠിപ്പിച്ചെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കമാൻഡ് ചെയ്തുകൊണ്ട് അതിനെക്കൂടെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ആ സസെപ്റ്റബിലിറ്റി ഉള്ളവർക്ക് ഈ 3-ാം ദിവസം കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ ഇന്ന് ആരെ കണ്ട് പുഞ്ചിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കരുതുക എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊന്ന് ചെയ്തു നോക്കൂ. നമ്മളിപ്പോ നമ്മുടെ ഈ ഇത്തരം പരിപാടികളെല്ലാം തന്നെ 7 ദിവസമാണ്. നമ്മുടെ PSP എന്നുള്ളത് ആക്ച്വലി അത് ഒരു 1 ടൈം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 21 ദിവസമാണ് വേണ്ടത്. അത് ടോട്ടലി ചെയ്യേണ്ടത് 108 ദിവസമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു കണക്കുകളൊക്കെ ഉണ്ട്. വേണ്ട, ഈ 7 ദിവസം മിനിമം എടുക്കുക. 7 ദിവസം നിങ്ങൾ ആരെ കണ്ടാലും പുഞ്ചിരിക്കുകയും പുഞ്ചിരിക്കുന്നതിനനുസരിച്ച് 2-ാം ദിവസം മുതൽ അവരെ ആരെ കണ്ട് പുഞ്ചിരിക്കുമ്പോഴോ അതിനൊരു പ്രാർത്ഥന കൊടുക്കുകയും ചെയ്താൽ 7 ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളോട് ചോദിക്കും, എന്താണ് പറ്റിയത്? ചുറ്റും നിങ്ങളെ കണ്ട് തിരിഞ്ഞു നോക്കാതെ പോയ ആളുകൾ നിങ്ങളെ നോക്കിയിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കും. നിങ്ങളുടെ മുഖത്ത് ഒരു ചെറിയൊരു മ്ലാനത കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കും, എന്തെങ്കിലും സഹായം വേണോന്ന്. ലോകം നിങ്ങളുടെ മുന്നിൽ തിരിഞ്ഞു നിൽക്കും. എന്തുകൊണ്ടാണത്? നിങ്ങൾ നിങ്ങളുടെ പാറ്റേണിനെ ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ബിഹേവിയറിനെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാണ്, എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചോ, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഷ്യസ്നെസ് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവും. മറ്റേത് ഞാൻ എന്തോ ആണെന്നുള്ള ആണവമലത്തിന്റെ ആ അബദ്ധജടിലമായ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഞാൻ എന്നുള്ള അവസ്ഥ നിൽക്കുന്നതെങ്കിൽ, ഇവിടെ നമ്മളോട് തന്നെ ഒരു തുറന്നുള്ള സംവേദനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ വഴി നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അതൊപ്പം തന്നെ നമ്മൾ ഈ അഫർമേഷൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. അഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആവർത്തിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സംഭവം. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് കൃത്യമായിട്ട് ചെയ്യും എന്ന ഒരു സെൽഫ് ടോക്ക് നമ്മളിൽ ഉള്ളുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതൊക്കെ അറിയാതെ വരുന്നതാണ്, അത്തരം പറച്ചിലൊക്കെ അറിയാതെ വരുന്നതാണ്. പക്ഷെ നമ്മൾ ഇവിടെ കോഴ്സിന്റെ ഭാഗമായിട്ട് അറിഞ്ഞുകൊണ്ട് അത് എങ്ങനെ പറയണം എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പകർന്നു തരും. ഇതുപോലെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഒരു പ്രോഗ്രാമിലുള്ളത്. അതായത് നിങ്ങളുടെ ശീലത്തെ മാറ്റാൻ, അതായത് നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിന്റെ 6 തലങ്ങളിൽ 5-ാമത്തെ തലമാണ് ശീലം എന്ന് പറയുന്നത്. ഈ ശീലം എന്നുള്ളതിനെ മാറ്റാൻ നിങ്ങളുടെ ബോധമനസ്സിൽ ഇരുന്നു കൊണ്ട് ആലോചിച്ചിട്ട് ഒരു പ്രയോജനമില്ല. കാരണം ബോധമനസ്സിൽ കൊണ്ടുള്ള ആലോചന എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഭാവനയുടെ ഒരു കളിയാണ്. ഭാവനയുടെ കളി ഇങ്ങനെ വെളിയിൽ നടക്കുമ്പോൾ, യുക്തിവിചാരം നടക്കുന്ന സമയത്ത് ഈ യുക്തി എന്നുള്ളത് പലതരത്തിൽ ഇങ്ങനെ ഈ കാലഡോസ്കോപ്പിനെ കണ്ടിട്ടില്ലേ, അതായത് 3 കണ്ണാടി ചില്ലുകൾ വെച്ചിട്ട് അതിനകത്ത് വളപ്പൊട്ടിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കുന്നത്, അതിനകത്ത് കയറുന്ന പാറ്റേണുകൾ പോലെ ചിന്തകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കും. ശീലം എന്ന് പറയുന്നതിന് അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ പാറ്റേൺ ഉണ്ട്. ഇതിങ്ങനെ ശീലിച്ചു അത് അങ്ങനെ ചെയ്യും. ഈ ശീലമാണ് നമ്മളെ ഈ മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്നത്. ശീലമാണ് ഇതിലെന്നല്ല. ഇപ്പോ ഈ മാറ്റിവെക്കലെന്ന് മാത്രമല്ല കേട്ടോ,
നമ്മൾ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന രീതി, നമ്മുടെ ഇണയോട് ഇടപെടുന്ന രീതി, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വികാരങ്ങളോട് ഇടപെടുന്ന രീതി, നമ്മുടെ ആരോഗ്യത്തോട് ഇടപെടുന്ന രീതി, നമ്മുടെ ഭക്ഷണത്തോട് ഇടപെടുന്ന രീതി, നമ്മുടെ സമൂഹത്തോട് ഇടപെടുന്ന രീതി, നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങളോട് ഇടപെടുന്ന രീതി, തൊഴിലിനോട് ഇടപെടുന്ന രീതി, സമ്പത്തിനോട് ഇടപെടുന്ന രീതി, ഈ ഇടപെടുന്ന രീതികളിലെല്ലാം തന്നെ നമ്മൾ ഇത്തരം പാറ്റേണുകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ പലതും മനസ്സിലാക്കും. ഇപ്പൊ യൂട്യൂബ് യൂണിവേഴ്സിറ്റിയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തിനും പരിഹാരം വരെ തുമ്പിലുണ്ട്. ഇതൊക്കെ കണ്ട് പ്രബുദ്ധരായ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ശരീരത്തെയും ജീവിതത്തെയും ശരിയാവിധം കൊണ്ടുപോകേണ്ടതിൽ നിന്നും മാറ്റി ഇവർക്ക് വേണ്ടി നമ്മുടെ സമയത്തെ നിക്ഷേപിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് പ്രയോജനകരമായ രീതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ബുദ്ധിയിൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ ശീലത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? കൂടുതൽ സമയം നമ്മൾ ഇതിന് അഡിക്റ്റ് ആയതല്ലാതെ അപവാദങ്ങൾ ഇല്ലെന്നല്ല പറയുന്നത്. എങ്കിലും ഞാൻ പൊതു ഭാഷയെ കുറിച്ചാണ് പറയുന്നത്, പൊതു രീതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പരിശീലിക്കുക മാത്രമാണ് വഴി. നിങ്ങൾ പരിശീലിക്കാൻ എത്രയോ തവണ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും എന്താ നടക്കാത്തത്? ചോദിക്കാൻ ആരില്ലാത്തതുകൊണ്ടാണ്. ചോദിക്കാനും പറയാൻ ആളില്ലെങ്കിൽ നമുക്ക് തോന്നുകയും ചെയ്യാൻ. ഇവിടെ നിങ്ങൾ ചോദിച്ചു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത ഏതാണ്? നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളോട് ചോദിച്ചോന്ന് ഞങ്ങൾ ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആ കോഴ്സ് കഴിയുന്നവരെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്ത് പറയണം, നിങ്ങൾ എങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾ അന്ന് എന്ത് കേൾക്കണമെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്തിയിട്ട് ഒരു പ്രയോജനമില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പകരം നമ്മുടെ ശരീരത്തില് ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിന് മനസ്സിലാക്കണമെങ്കിൽ പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളെ കുറിച്ച് അറിയണം. ആ ചില അടിസ്ഥാന നിയമങ്ങളെ കുറിച്ച് ഒരു ചെറിയ ഓഡിയോ തരും. ഈ ഓഡിയോ നമ്മുടെ ക്ലാസ് ഒന്നുമല്ല, നിങ്ങൾക്ക് ബോധ്യമുണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ഒരു പ്രത്യേക വഴിയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ടൂള് മാത്രമാണ്. ആ ടൂളുകൾ ഞങ്ങൾ തരും, നിങ്ങൾ അത് കേൾക്കുക, അതിൽ നിന്നും ബോധ്യമാകുന്നത് എഴുതി വെക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ടാക്ടിക്സ് വഴി, ചില തന്ത്രങ്ങൾ വഴി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് രാവിലെയും വൈകിട്ടും ചെയ്യാവുന്ന കുറച്ച് പ്രാക്ടീസുകളാണ് ഈ പരിശീലനത്തിലുള്ളത്. 7 ദിവസം കൊണ്ട് ഒരിക്കലും ഒരാളെയും ഇപ്പൊ ഞാൻ 53 വയസ്സുള്ള ഒരാളാണ്. 53 കൊല്ലം കൊണ്ട് ശീലിച്ച ഒരു കാര്യത്തെ 7 ദിവസം കൊണ്ട് മാറ്റാന്ന് പറഞ്ഞു ഒരിക്കലും നടക്കാൻ പോണ കാര്യമല്ല. പക്ഷെ ഈ 7 ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഞാൻ മാറാനുള്ള വഴിയിലേക്ക് നീങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് ധാരണ. നമ്മുടെ കമ്മ്യൂണിറ്റി, ഇതൊരു കമ്മ്യൂണിറ്റിയും കൂടെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത വെച്ചാൽ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടവർക്ക് നമുക്ക് ഒരു സ്ഥിരം വേദിയും അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസ് പോയിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ താളം കൃത്യമായിട്ടുള്ളവർക്കാണെങ്കിൽ 42 ദിവസം, താളം ഒരല്പം കുറവുള്ളവരാണെങ്കിൽ 108 ദിവസം, താളം നല്ലപോലെ കുറവുള്ളവരാണെങ്കിൽ ഏതാണ്ട് 365 ദിവസത്തിലും കൂടുതൽ ഇത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 100% വ്യത്യസ്തമായിട്ടൊരു പരിവർത്തനമുണ്ട്. പക്ഷെ അതിന് ചിലത് സെറ്റ് ചെയ്യാറുണ്ട്. നമ്മള് ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള സംഭവം ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളത്. അതിനെ നേരിടണമെങ്കിൽ നമുക്ക് ചില സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യണം, എനിക്ക് ഒരു ലേഖനം എഴുതണം. ആ ലേഖനം എഴുതണം എന്നുള്ളതിന് ഇത് ഇത്രയും വലിയ കാര്യത്തെ എഴുതണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ആശങ്ക എനിക്കുണ്ടെന്നിരിക്കട്ടെ. ഞാനതിന് ഈ ലേഖനത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്, ഉൾക്കൊള്ളിക്കേണ്ട സാധനങ്ങൾ ഞാനൊന്ന് എഴുതി. ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു 10 പോയിന്റ്സ് എഴുതി. ആ 10 പോയിന്റുകളാണ് കഴിഞ്ഞു. ഇനി 10 പോയിന്റുകളെ ഞാൻ ആ ഓരോന്നിന്റെയും ടൈറ്റിൽസും അതിന്റെ ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ രേഖാചിത്രം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു 1 ലൈൻ സ്റ്റോറി എഴുതുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തത് അതിനെ കുറച്ചുകൂടെ ഓരോന്നിനെയും വിപുലപ്പെടുത്തി എഴുതുക എന്നുള്ളതാണ്. 4ാമത് അതിനെ ഒറ്റയടിക്ക് ആക്കുക എന്നുള്ളതാണ്. 5ാമത് ഇതിനെല്ലാം കൂടെ ഒന്ന് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് 5 ഘട്ടങ്ങളായിട്ട് ഞാൻ ആദ്യം എഴുതി വെക്കും. ഞാൻ പണി തുടങ്ങുന്നില്ല, എഴുതി വെക്കുന്നു. എന്നിട്ട് ഓരോ ദിവസവും ഇരുന്നിട്ട് ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കും. 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസം ഈ പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിനെ പേടിച്ചിട്ടാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ മടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇതൊരു സമീപനമാണ്. ഏതൊരു വലിയ സാധനത്തെയും 5ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ബ്രേക്ക് ഡൗൺ ചെയ്തതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു സ്ട്രാറ്റജിയാണ്. ഇതുപോലെ 100 കണക്കിന് സ്ട്രാറ്റജികൾ നമുക്കുണ്ട്. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമ്മളെ തളയ്ക്കുന്ന കുഴക്കുന്ന ഈ പ്രശ്നങ്ങളെ എല്ലാം നമുക്ക് അതിജീവിക്കാം. പക്ഷെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ കയറി ഇറങ്ങി പോവുക എന്നുള്ളത്. നമുക്ക് വേണ്ടത് ബുദ്ധി കൊണ്ടുള്ള അറിവല്ല, ശരീരം കൊണ്ടുള്ള അറിവാണ്, ബോധം കൊണ്ടുള്ള അറിവാണ്. നിങ്ങൾക്ക് ബോധമുണ്ടോ എന്നതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ ബോധം കൂടുതലാണോ കുറവാണോ, ബോധത്തിന്റെ പ്രവർത്തന രീതി എന്താണ് എന്ന് ആണ് ബോധ്യമാകേണ്ടത്. അത് ആർക്കാ ബോധ്യമാകേണ്ടത്? എനിക്ക് ബോധ്യമായിട്ട് ഒരു പ്രയോജനമില്ല.
നിങ്ങൾക്ക് ബോധ്യമാകണം. നിങ്ങൾക്ക് ബോധ്യമാവുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിക്ക് ബോധ്യമായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ബോധത്തിന് ബോധ്യമാകണം നിങ്ങളുടെ ബോധം എത്രയാണ്, എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ബോധ്യമാകുന്ന ഒരു അവസ്ഥ നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ കടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ് നിങ്ങളുടെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കോഴ്സിലുടനീളമുള്ളത്. അപ്പോ ഈ കോഴ്സിന് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഒരു വർക്ക് ബുക്കിനെ ആധാരമാക്കിയിട്ടാണ്. ഞങ്ങൾ ദിവസവും വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് തരും. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഈ അഫർമേഷൻ പറയണം 21 പ്രാവശ്യം, ഈ ചോദ്യങ്ങൾ ചോദിക്കണം, ഈ തരത്തിൽ പെരുമാറണം, ഈ പ്രവർത്തനം ചെയ്യണം, ഈ സെഷൻ അല്ലെങ്കിൽ ഈ ഓഡിയോ ഒന്ന് കേൾക്കണം. രാവിലെ വൈകുന്നേരം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എഴുതണം, നിങ്ങൾ ചെയ്ത ടാസ്കിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എഴുതണം, നിങ്ങൾക്ക് എന്തെന്ത് ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എഴുതണം, നിങ്ങളുടെ അഫർമേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായി എന്നുള്ളത് എഴുതണം. ഇതെല്ലാം എഴുതിയ ശേഷം അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഇത്രയും വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് തന്നിട്ടുള്ളത്. ഞാൻ പറയുന്ന ഒന്നുകൂടെ കേൾക്കുക. ഇത് വളരെ ഷോർട്ടായിട്ടുള്ള പ്രോസസ്സാണ്. ചിലരൊക്കെ അത് വളരെ ലോങ് ആയിട്ടും വളരെ ബിഗ് ആയിട്ടും ഒക്കെ കരുതാറുണ്ട്. അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ള പ്രോസസ്സാണ്. ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് രാവിലെയും വൈകിട്ടും അരമണിക്കൂർ മാത്രം ചെലവാക്കിയാൽ ഈ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. രാവിലെയും അരമണിക്കൂർ, വൈകിട്ട് അരമണിക്കൂർ ചെലവാക്കേണ്ടതുണ്ട്. അതിന് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ലേ. രാത്രി ഒരു അരമണിക്കൂർ മൊബൈൽ നോക്കുന്നത് ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയം കണ്ടെത്താൻ പറ്റും. രാവിലെ ഒരു അരമണിക്കൂർ മുമ്പേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ സമയം കണ്ടെത്താൻ പറ്റും. അങ്ങനെ കുറച്ച് ദിവസം മുൻപോട്ട് പോയിട്ട് നിങ്ങളിൽ സാരമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകും. അപ്പോ ഇത് നമുക്ക് ഇതിനു വേണ്ടി 2 ഗ്രൂപ്പുകളുണ്ട്. 2 ഗ്രൂപ്പുകൾ എന്ന് വെച്ചാൽ ഒന്ന് ഒരു പോസ്റ്റിംഗ് ഗ്രൂപ്പും ഒന്ന് ഡിസ്കഷൻ ഗ്രൂപ്പും. ഡിസ്കഷൻ ഗ്രൂപ്പ് എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ഇതിനു മുമ്പ് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്തവരൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നിങ്ങളുടെ പോസ്റ്റുകൾ എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ഈ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. അവിടെ നിങ്ങൾക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് അഡ്മിനുള്ള ഗ്രൂപ്പാണ്. ഈ 2 ഗ്രൂപ്പുകൾ വഴിയാണ് നമ്മുടെ പ്രാക്ടീസുകൾ മുൻപോട്ട് പോകുക. നിങ്ങൾക്ക് എത്ര സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് എവിടെ വിഷമം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കാര്യത്തെ അഡ്രസ് ചെയ്യാം. ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ തരുന്ന നിർദ്ദേശത്തെ നിങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. പാലിക്കാൻ നിങ്ങൾ തയ്യാറാണ്. സസെപ്റ്റബിലിറ്റി അഥവാ വിധേയത്വം എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും പാലിച്ചിരിക്കണം. നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുക. അപ്പോ ഈ ഒരു പരസ്പര ബന്ധത്തിന്റെ പരസ്പരമുള്ള ബോധ്യപ്പെടലിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ പരിവർത്തനം നമുക്ക് സാധ്യമാക്കാനാകും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ടല്ലോ, ആരുടെയും മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നവരെ നോക്കുമ്പോൾ മനസ്സിൽ അവർക്ക് വേണ്ടി ഒരു നന്മയുണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവുക എന്നുള്ള 2 കാര്യങ്ങൾ മാത്രം. ഇത് കോഴ്സിന്റെ ഭാഗമല്ല. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ കുറച്ചു നാളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. 21 days നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. ഇത് മാത്രം. നിങ്ങളിപ്പോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നില്ല, വേറൊന്നും ആവുന്നില്ല. ഇത് മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യും. നിങ്ങളുടെ മുന്നിലുള്ള ലോകം തിരിഞ്ഞിരിക്കും. പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു തിരിച്ചറിവിലേക്ക്, പുതിയൊരു സൗകര്യപ്രദമായ, സുഖപ്രദമായ, സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിരിക്കും. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ വഴിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ അവതരണം നിർത്തുകയാണ്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ബാക്കിയിലേക്ക് പോകാം. നന്ദി, നമസ്കാരം.